ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയൊരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. മലയാള പത്രങ്ങളിലൊന്നും അത്ര വലിയ പ്രാധാന്യത്തോടെ ഇത് പ്രസിദ്ധീകരിച്ച് കണ്ടില്ല. ഹിന്ദുവിലും മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലും ഉണ്ടായിരുന്നു. ചില ടെലിവിഷൻ ചാനലുകളും ഇത് മിന്നി പറഞ്ഞു പോയി. നമ്മുടെ മീഡിയ വൺ ചാനലിലാണ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഡിസ്കഷൻ ഉണ്ടായത്. മാധ്യമത്തിൻ്റെ ഓൺലൈൻ പതിപ്പിലും അച്ചടി പത്രത്തിലും ഇത് വലിയ കാര്യമായിട്ട് വന്നു. സംഭവം എന്ന് വെച്ചാൽ വരുന്ന സെപ്റ്റംബറിൽ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കാനിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂയോർക്കിലുള്ള UN ആസ്ഥാനം സന്ദർശിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണ്. ഇദ്ദേഹം ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യും, കസ്റ്റഡിയിലെടുക്കും, വിചാരണ ചെയ്യും, ശിക്ഷിക്കും എന്ന് ബഹുമാന്യനായ ന്യൂയോർക്ക് മേയർ മഹാനായ നമ്മുടെ സുഹ്റാൻ മംദാനി നേരത്തെ പ്രഖ്യാപിച്ചു. ഞാൻ അതിനെക്കുറിച്ച് അന്നൊരു വീഡിയോ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും ന്യൂയോർക്ക് മേയർക്കെന്നല്ല, ലോകത്തൊരു മേയർക്കും ഇല്ല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഇല്ല, ഒരു രാഷ്ട്രത്തലവനും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രത്തലവന്മാർ അവരാ പദവി വഹിക്കുന്നിടത്തോളം കാലം അവർക്ക് സോവറിൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ചില പത്രങ്ങളിലൊക്കെ പറയുന്നത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളത്, അത് തെറ്റാണ്. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളത് അംബാസഡർമാർക്കും ഹൈക്കമ്മീഷണർമാർക്കും ഈ കോൺസൽമാർക്കൊക്കെയാണ്. നമ്മുടെ സ്വപ്ന സുരേഷിന് സ്വർണ്ണക്കടത്തിന് സഹായം ചെയ്തു കൊടുത്ത UAE കോൺസലിന് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ അയാളെ പ്രതിയാക്കി ചാർജ് ചെയ്യാനും പുള്ളിക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. കോൺസലിന് പറയുന്നുണ്ട്, അംബാസഡറാരും പറയാനുമില്ല. ഇപ്പോൾ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇസ്ലാമാബാദിൽ ചെന്ന് ആരെങ്കിലും പോക്കറ്റ് അടിച്ചു വിചാരിക്കുക, പുള്ളിക്കെതിരെ ഒരു പെറ്റി കേസ് എടുക്കാൻ പോലും പാകിസ്ഥാനിലെ പോലീസിന് സാധിക്കില്ല. പാകിസ്ഥാൻ ആകെ സാധിക്കുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ഇതുപോലൊരു കുണ്ടാമ്പട്ടി ഒപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ഏറ്റവും പെട്ടെന്ന് ഒന്ന് തിരിച്ചു വിടണം എന്നാവശ്യപ്പെടും. ഈ ഹൈക്കമ്മീഷൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ സർക്കാരിന് വിളിക്കുക, അച്ചടക്കാരോട് ഇരിക്കും, അത്ര പറ്റൂ. ഇനി അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അംബാസഡർ ഡൽഹിയിൽ വന്ന് ഒരാളെ കുത്തിക്കൊന്നു വിചാരിക്കുക, പുള്ളിക്കെതിരെ കൊലക്കേസ് എടുക്കാനും പറ്റിയില്ല, കാരണം അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി. അതിനേക്കാൾ കൂടിയതാണ് സോവറിൻ ഇമ്മ്യൂണിറ്റി. സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഒരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യമോ അല്ലെങ്കിൽ സിവിൽ നടപടി പോലും ചെയ്തു കഴിഞ്ഞാൽ ഒരാളുടെ കാശ് കടപ്പടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്നായിരിക്കും. ഇതുപോലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരിക്കലും കാശ് കടം കൊടുക്കരുതുണ്ടോ, കൊടുത്താൽ പിന്നെ കിട്ടുകയില്ല. കാരണം തന്നാൽ മേടിക്കാത്ത മാത്രമേ ഉള്ളൂ, കാരണം കേസ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. ഇതിൽ പ്രസിദ്ധമായൊരു കേസുണ്ട്, വളരെ പഴയതാണ്. ബിഗുൾ വേഴ്സസ് സുൽത്താൻ ഓഫ് ജിഹോർ എന്നാണ്. ഈ ജിഹോർ എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യമാണ് മലേഷ്യയിലെ. അവിടുത്തെ സുൽത്താൻ, അദ്ദേഹം സുൽത്താനാണെന്ന് അറിയിക്കാതെ പ്രച്ഛന്ന വേഷധാരിയായിട്ട് ഇംഗ്ലണ്ടിൽ വന്ന് താമസിച്ചു. അവിടെ വെച്ച് ബിഗുൾ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു. പീഡിപ്പിച്ചോന്നറിയില്ല, ഏതായാലും വിവാഹ വാഗ്ദാനം കൊടുത്തു. പിന്നീട് വിവാഹം കഴിച്ചില്ല. അപ്പോൾ ഈ സ്ത്രീ പ്രകോപിതമായിട്ട് ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തു. കേസ് വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ജിഹോറിലെ സുൽത്താനാണ്, എനിക്കെതിരായിട്ട് ഇംഗ്ലണ്ടിൽ ഒരു കേസ് നിൽക്കില്ല, കാരണം ഞാൻ സോവറനാണ്. ജിഹോറിലെ സുൽത്താൻ എന്ന് വെച്ചാൽ നമ്മുടെ ആലങ്കാട് രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. എങ്കിൽ പോലും പുള്ളി ആ സാധനം എടുത്ത് വീശി. അപ്പോൾ കേസ് നിലനിൽക്കില്ലാന്ന് ഇംഗ്ലണ്ടിലെ കോടതി വിധിച്ചു. ഇത്ര കാര്യമുള്ളൂ. അതുകൊണ്ട് സുഹ്റാൻ മംദാനിക്കല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് J. ട്രംപിന് പോലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തിന്? ബെഞ്ചമിൻ നെതന്യാഹുവിനല്ല, ഗോട്ടിമാലയിലെ പ്രസിഡന്റ് പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ട്രംപിന് വേറെ കാര്യം ചെയ്യാൻ പറ്റും, അതായത് ഈ രാജാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ വെനിസ്വേലയിൽ ചെയ്ത പോലെ അയാളെ കട്ടിലേപ്പാട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതിനുള്ള അധികാരം പുള്ളിക്കുണ്ട്, അത് പുള്ളി തന്നെ ഉണ്ടാക്കിയ അധികാരമാണ്. നിയമാനുസൃതം ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇതറിയാത്ത ആളൊന്നുമല്ല മംദാനി. പുള്ളി അവിടെയുള്ള ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റ് പാർട്ടിയിലുള്ള ബുദ്ധിയില്ലാത്ത ആളുകളെ നമ്മുടെ നാട്ടിലെ CPI-കാർ DYFI-കാരൊക്കെ പറ്റിക്കുന്ന പോലെ, അല്ലെങ്കിൽ മാധ്യമ പേപ്പറുകാർ ജമാഅത്തെ ഇസ്ലാമിക്കാർ നേർബുദ്ധികളായ സാധാരണ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ചെയ്ത പരിപാടിയാണ് ചെയ്തത്. അദ്ദേഹത്തിനായിരുന്നു അധികാരമില്ല. ഏതായാലും ഈ നെതന്യാഹു വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ പത്രക്കാർ പിന്നെ ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് മേധാവിയെ വിളിച്ച് സംസാരിച്ചു. നെതന്യാഹു കാലുകുത്തട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കും എന്നാണ്. അപ്പം സത്യത്തിൽ ഞാൻ പോലും വിചാരിച്ചു, ഇനി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഈ ചെറുപ്പക്കാരുടെ കാര്യം നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ, അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുമോ, ലോക്കപ്പിലിട്ട് പോലീസുകാർ അദ്ദേഹത്തെ ഇടിക്കുമോ, വയസ്സായ ആളാണ്, ഇടികൊണ്ട് പുള്ളി രക്തസാക്ഷിയാകുമോ, നമ്മൾ ഭയപ്പെട്ടു. പക്ഷേ ഏതായാലും ഈ സമീപ ദിവസം
നമ്മുടെ മീഡിയ വൺ ചാനലുകാർ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഇപ്പോൾ അവർക്ക് പോലും മനസ്സിലായി അറസ്റ്റ് ചെയ്യാനൊന്നും പവറില്ല, വെറുതെ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കളിപ്പിക്കാൻ എന്നുള്ള വാക്ക് അവർ ചോദിച്ചില്ല, ആളുകളെ ഉത്തേജിപ്പിക്കാൻ, അവർ അദ്ദേഹത്തിനോട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്ന് മീഡിയ വൺ പോലും അംഗീകരിച്ചു. പിന്നെ ഞാനായിട്ട് അതിനെതിരെ പറയാൻ പറ്റുമോ? ഞാൻ പണ്ടുതൊട്ട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മംദാനി കഴിഞ്ഞ ദിവസം ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടറിലേക്ക് കാട്ടും, ഭയങ്കര രസമാണ്. ഞാനത് കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ ബുദ്ധി വൈഭവത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് വലിയ ബഹുമാനം തോന്നി. കാരണം ഒന്നുമില്ലെങ്കിൽ അയാളുടെ അമ്മ ഇന്ത്യക്കാരിയാണോ, പഞ്ചാബിയാണ് എങ്കിൽ പോലും. പണ്ട് ഒ വി വിജയൻ പറഞ്ഞിട്ട് ഈ തിരുവിതാംകൂറുകാരെ വിശ്വസിച്ചാൽ പോലും ഹിന്ദുസ്ഥാനിക്കാരെ വിശ്വസിക്കരുത്. വളരെ കൃത്യമാണ്. ഒ വി വിജയനോട് എനിക്കുണ്ടായിരുന്ന റെസ്പെക്റ്റ് വർദ്ധിച്ചു. ഈ സുഹറാൻ മംദാനിയുടെ ആ മാതാപിതാക്കൾ രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ ഒറിജിൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്, ഒറിജിൻ ഓഫ് അതാണ് സ്പീഷീസ്. അപ്പോൾ പ്രത്യേകിച്ചും അമ്മ ഇന്ത്യക്കാരിയാണ്, പഞ്ചാബിയാണ്. അപ്പോൾ ന്യൂയോർക്കിലെ ആളുകൾ ഇയാളെ വിശ്വസിച്ച് വോട്ട് ചെയ്തു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇത്ര വലിയ ഏമാത്തൽ പുള്ളി നടത്തും എന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. പുള്ളി ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ മംദാനി പറയുന്നത് ന്യൂയോർക്ക് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല, അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല, അത് ആവതുമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഫെഡറൽ ഗവൺമെൻറ്റിന് കത്തെഴുതിയേക്കും, ഇല്ലൻറ്റിലായിരിക്കും. പുള്ളി 50 പൈസയുടെ ഇല്ലൻറ്റ് മേടിച്ചിട്ട് അതിനകത്തൊരു കത്തെഴുതിയേക്കും, ബഹുമാനപ്പെട്ട ട്രംപ് സാഹിബിന്. ന്യൂയോർക്ക് മേയറായ മംദാനി എഴുതുന്നത് എന്തെന്നാൽ, ഒരു അന്തർദേശീയ യുദ്ധക്കുറ്റവാളിയായ ബെഞ്ചമിൻ നെതന്യാഹു വരുന്ന സെപ്റ്റംബർ മാസം 3-ാം തീയതി ന്യൂയോർക്കിൽ ഇറങ്ങുന്ന വിവരം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഇയാളൊരു വലിയ വാർ ക്രിമിനലാണ്, യുദ്ധക്കുറ്റവാളിയാണ്. അദ്ദേഹത്തിനെതിരെ അന്തർദേശീയ ട്രൈബ്യൂണലിന് വാറണ്ടുണ്ട്. അതുകൊണ്ട് ഈ വാറണ്ട് പ്രതിയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പുള്ളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് ഒപ്പ് സുഹറാൻ മംദാനി. ഇങ്ങനൊരു കത്തെഴുതി അയച്ച് പുള്ളി അത് പോസ്റ്റ് ചെയ്യും. കത്തെഴുതി പുള്ളി തന്നെ പോസ്റ്റ് ചെയ്യുമോ അതോ ഓഫീസിലെ പ്യൂണ്ടയിൽ കൊടുത്തു വിട്ട് പോസ്റ്റ് ചെയ്യുമോ നമുക്കറിയില്ല. അത് കിട്ടിയാൽ ഉടനെ ട്രംപ് നടപടി എടുക്കും. പിന്നെ കുറ്റാരനാ, എടുത്തില്ലെങ്കിൽ കുറ്റാരനാ, അത് ട്രംപിൻ്റെ കുറ്റമാണ്, അത് മംദാനിയുടെ കുറ്റമാണോ? അല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഈ പഞ്ചാബി ബുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിയല്ല, തിരുവിതാംകൂറുകാരായ ഞങ്ങൾക്ക് പോലും അസൂയ തോന്നിപ്പിക്കുന്ന അതിഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ് പഞ്ചാബികൾ. ഈ മംദാനിയുടെ അമ്മ നിശ്ചയമായിട്ട് പഞ്ചാബുകാരിയാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ ഏതോ സ്ഥലത്ത് നിന്നും, അത് വടക്കേ ഇന്ത്യയുടെ ഏതോ സ്ഥലത്ത് നിന്നും ഉഗാണ്ടയിൽ കുടിയേറിട്ട് പിന്നെ അവിടെ നിന്ന് ന്യൂയോർക്കിലേക്ക് സ്വയം പറിച്ചു നട്ടാണ്. അപ്പോൾ ഒ വി വിജയനോടുള്ള അഗാധമായ സ്നേഹ ബഹുമാനങ്ങൾ ഞാനിവിടെ ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മംദാനിയുടെ കാഞ്ഞ ബുദ്ധിക്ക് മുമ്പിൽ എൻ്റെ വിദൂര നമസ്കാരം.